അയ്യപ്പ ശരണം. ശബരിമല ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അതിന്മേലുള്ള സുപ്രീം കോടതി വിധി ഉയർത്തുന്ന പ്രശ്നങ്ങളെ തുടർന്നും ഇന്ന് ശബരിമലയിൽ നിൽക്കുന്നതായി ആരോപിക്കപ്പെടുന്ന സംഘർഷത്തെക്കുറിച്ചുമുള്ള അമൃത ടി വിയുടെ സംവാദം തുടരുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്തതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സംവാദം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രതിനിധിയും ശബരിമല മുൻ മേൽശാന്തിയുമായ ശ്രീ ബാലമുരളി ഇടമന, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ജനകീയ നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ, സ്വാമി ശരണം, ഭൗതിക ശാസ്ത്ര പശ്ചാത്തലമുള്ള ആധ്യാത്മികാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, പന്തളം രാജകൊട്ടാരത്തിലെ കാരണവർ ശ്രീ ശശികുമാര വർമ്മ, റെഡി ടു വെയ്റ്റ് എന്ന വനിതാ ആധ്യാത്മിക പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി ഡോക്ടർ പത്മ പിള്ളെ, അഭിഭാഷകനായ ശ്രീ ശങ്കൂറ്റി ദാസ്, ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഈ സംവാദത്തിൽ. ശബരിമല വിഷയം ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ദൃശ്യമാധ്യമങ്ങൾ. പക്ഷേ ഇനിയും ഒട്ടേറെ ചർച്ച ചെയ്യാനായി അവശേഷിക്കുന്നു. ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള ഈ സംവാദത്തിൽ ആദ്യമായിട്ട് നമുക്ക് ആരംഭിക്കാം ഏറ്റവും ഒടുവിലത്തെ സുപ്രീം കോടതിയുടെ നിലപാടിനെ സംബന്ധിച്ച്. നമുക്കറിയാം, സുപ്രീം കോടതി അതിൻ്റെ അന്തിമ വിധി മാറ്റിവെച്ചിരിക്കുകയാണ്. വീണ്ടും യുവതീ പ്രവേശനം സംബന്ധിച്ച് 69ഓളം റിട്ട് ഹർജികൾ പരിഗണിച്ചതിന് ശേഷം ഒരു വിധി കൽപ്പിക്കാനായി സമയം തേടി സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തെ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ട നിലപാട്, മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാട്. നമുക്ക് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനിൽ ആരംഭിക്കാം. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജിയാണ് വിലയിരുത്തിയത്. ജഡ്ജ്മെൻ്റ് ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ ഏതു പ്രായത്തിലുമുള്ള യുവതികൾക്ക് ശബരിമലയിൽ കയറാം എന്ന വിധിന്യായം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിലായിരുന്നു. പുനഃപരിശോധനാ ഹർജി കൊടുക്കും എന്ന് പത്രക്കാരുടെ സാന്നിധ്യത്തിൽ പറയുകയും പുനഃപരിശോധനാ ഹർജി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ വിധിയിലുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതികരണം പോലെയാണ് പുനഃപരിശോധനാ ഹർജിയുടെ എണ്ണം കൂടിയത്. സ്വാഭാവികമായി കവനൻ്റ് ആക്ടിൻ്റെ അധികാരാവകാശങ്ങൾ സമ്പൂർണമായി ഇന്നും നിക്ഷിപ്തമാക്കിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ. ശബരിമല ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ അയ്യപ്പ ക്ഷേത്രം എന്ന് മാറ്റിയപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശ്രീ അയ്യപ്പൻ ആണ് അവിടെ ചൈതന്യം അരുളുന്നത് എന്ന് വ്യാഖ്യാനിച്ച് കേസ് ജയിക്കാനുള്ള ഒരടവായിട്ടാണ് അധികാരികൾ അതിനെ വിലയിരുത്തിയതും വിമർശിച്ചതും. ആ വിമർശനത്തിൽ ധൈര്യത്തോടുകൂടി ആ വിമർശനത്തെ നേരിടുവാനും എൻ്റെ വിശ്വാസവും കോടാനുകോടി ഭക്തരുടെ വിശ്വാസവും ഒന്നാണ് എന്ന് തെളിയിക്കുന്നതിനും ആയിരത്താണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും വിശ്വാസവും ശ്രീ അയ്യപ്പ സാന്നിധ്യത്തിനുണ്ട് എന്ന് തെളിയിക്കുവാൻ ഞാൻ തിരുവല്ല ചെപ്പേടാണ് അതിനുള്ള ഒരു ഉപാധിയായി, ഒരു ന്യായീകരണമായി വിനിയോഗിച്ചത്. എൻ്റെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു, എന്നോട് വിശദീകരണം ചോദിക്കുമെന്ന് പറഞ്ഞു, ഞാൻ ഗവൺമെൻറ്റിനോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആലോചിക്കേണ്ട രണ്ട്
പ്രധാനപ്പെട്ട മഹത്വപൂർണമായ ഇടങ്ങൾ, ഒന്ന് പന്തളം കൊട്ടാരം തന്നെയാണ്, 2 താന്ത്രിക ആഗമ ശാസ്ത്ര ഷഡാധാര പ്രതിഷ്ഠയനുസരിച്ച് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തിയ തന്ത്രിയോടാണ്. അതിനപ്പുറം ഗവൺമെൻറ്റിനോട് ചോദിച്ച് ഇതെടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. ഏത് നടപടിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവർ നടപടി സ്വീകരിക്കാൻ വന്നില്ല. പ്രയാർജി, എൻ്റെ ചോദ്യം അതിൻ്റെ ചരിത്രത്തെ പശ്ചാത്തലത്തെക്കുറിച്ച് ആയിരുന്നില്ല, മറിച്ച് എന്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നിലവിലുള്ള ദേവസ്വം ബോർഡ്, അതിൻ്റെ മുൻ നിലപാടിൽ നിന്നും കോടതിയിൽ വളരെ നിർണായകമായൊരു മാറ്റത്തിന് തയ്യാറായി? എന്തായിരുന്നു അതിനുള്ള സാഹചര്യം, സമ്മർദ്ദം? ശബരിമല എങ്ങനെ നശിപ്പിക്കാം എന്ന് തുടങ്ങിയത് ആക്ട് ഉണ്ടായതിനു ശേഷം 49 മുതലാണ്. തീപ്പെട്ടു എന്നാണ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീപ്പെട്ടതല്ല, തീ വെച്ചത് തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങി ശബരിമലയ്ക്കെതിരായുള്ള ഗൂഢാലോചനയും ശബരിമല തകർക്കുവാനുള്ള നീക്കവും. അതിൻ്റെ ഒരു പിന്തുടർച്ച ഇപ്പോഴും നടക്കുന്നു. ആ നടന്നതിൻ്റെ ഭാഗമാണ് ശബരിമലയുമായി വളരെ ബന്ധമുണ്ടെന്ന് എപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും പറയുന്ന നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നീക്കമാണ് ഈ ചെയ്തികൾക്കൊക്കെ കാരണമായത്. അത് രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ഇപ്പോൾ അങ്ങ് കടന്നുപോയി. അധികാരാവകാശം മുഖ്യമന്ത്രിയിലായിരുന്നു എന്നായിരുന്നു ഇതുവരെ നാം വിശ്വസിച്ചത്. ഈ അധികാരാവകാശം മുഖ്യമന്ത്രിയിലുമല്ല, പാർട്ടിയിലാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശബരിമലയുടെ കാര്യം ആലോചിക്കുന്നത് AKCG സെൻറ്ററിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറെയും വിളിച്ചു വരുത്തി അവർ തമ്മിലുള്ള പോരെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും അതിന് വിനിയോഗിച്ച സ്ഥലം AKG സെൻ്ററാണ്, പാർട്ടി ഓഫീസാണ്. അയ്യപ്പ ശരണം. ചെയർമാൻ മാവോ സെ തുങ് അദ്ദേഹം ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു സൂക്തമാണ്, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, പോളിറ്റിക്സ് ഇസ് ഇൻ കമാൻഡ് എവരിവെയർ. ശ്രീ ശശികുമാര വർമ്മ, അങ്ങയ്ക്കും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളയാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശബരിമലയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ശബരിമല ആചാര ലംഘനത്തിൻ്റെ പിന്നിൽ ശബരിമല തകർക്കാനുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസി സമൂഹവും ആരോപിക്കുന്നത്. അങ്ങ് ഇതിനോട് യോജിക്കുന്നുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് മാറ്റം ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ? വ്യക്തിപരമായി എല്ലാവർക്കും സ്വന്തമായ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടായിരുന്നു എന്നും പറയാം. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ പന്തളം കൊട്ടാരത്തെ പ്രതികരിച്ചാണ് ഇവിടെത്തുന്നത്. പന്തളം കൊട്ടാരത്തെ പ്രതിനിധീകരിച്ചവരെ ഞാൻ 1952 ജനിച്ചത് പന്തളം കൊട്ടാരത്തിലാണ്. അതിന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹമോ അംഗത്വമോ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പന്തളം കൊട്ടാരത്തിൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിലല്ലാതെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിൽ ഏത് കാര്യത്തിലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം രാഷ്ട്രീയമുണ്ട്. ഉപദേശക സമിതികൾ പോലും രാഷ്ട്രീയമാണ്. ക്ഷേത്ര ഉപദേശക സമിതി സെപ്റ്റംബർ മാസം 28 നമ്മുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ വീട്ടിൻ്റെ തിണ്ണയിലിരുന്നാണ് ഞാനിത് വാർത്ത കാണുന്നതല്ല, വാർത്തയെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ മുറ്റത്തും മുഴുവൻ ഓബിവാനുകളടക്കമുള്ള പത്രക്കാരായിരുന്നു. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എൻ്റെ മനസ്സ് വളരെ സന്തോഷമായിരുന്നു. കാരണം നമുക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ പോവല്ലേ, അതിൻ്റെ എൻജോയ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പോടെയായിരുന്നു ഞാൻ സത്യത്തിൽ അവിടെ ഇരുന്നത്. പക്ഷെ ഓരോ ഭാഗം കേൾക്കുമ്പോഴും ഞാൻ അസാധാരണമായ വേദനയിലായിരുന്നു എത്തിയത്. പക്ഷേ എനിക്ക് ധൈര്യം തന്നു, അയ്യപ്പൻ ധൈര്യം തന്നു. ആ തന്ന ധൈര്യമാണ് അന്ന് മുതൽ ഇന്ന് വരെ അയ്യപ്പൻ്റെ കാര്യത്തിന് വേണ്ടി, അല്ലാതെ വേറൊരു കാര്യത്തിനും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലെത്തിച്ചത്. ഒരു പക്ഷേ എനിക്ക് രാഷ്ട്രീയമായി, വ്യക്തിപരമായി, രാഷ്ട്രീയമായി വേണമെങ്കിൽ ഉയർന്ന ലെവലിൽ എത്താവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ അതവിടെ അവസാനിപ്പിച്ചു. ഇന്ന്
വളരെ വ്യക്തമായി പറയാമല്ലോ, അയ്യപ്പൻ എന്ന് പറയുന്ന പോലും ഞങ്ങൾ പറയുന്നവരല്ല. ഞങ്ങൾ അയ്യപ്പൻ എന്ന് പറയാറില്ല, ഇപ്പോഴും മണികണ്ഠനെ പറയാറുള്ളൂ. ഞങ്ങളുടെ മണികണ്ഠനാണ്. അപ്പം ഞങ്ങളുടെ മണികണ്ഠൻ ഒരു ദോഷം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു കരച്ചിൽ വന്നാൽ അത് മാറ്റാൻ ഞാനിവിടെ ബാധ്യസ്ഥനല്ലേ, കുടുംബാംഗം. അതുകൊണ്ട് ഇനി മറ്റൊരു ചിന്തയെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ഉത്തരവ് വരുന്ന കാലം മുതൽ ഇങ്ങോട്ട് പുനഃപരിശോധന ഹർജിയെ സംബന്ധിച്ച് ആ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടും വാട്സപ്പിൽ കണ്ടു വരുമ്പോൾ വളരെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എനിക്ക് തോന്നിയതെന്ന് പറയാതെ നിർവാഹമില്ല. അത്രയ്ക്ക് അപ്രധാനമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത്രയേറെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന 90 വയസ്സുള്ള ഒരു അഡ്വക്കേറ്റിനെ ഒക്കെ വളരെ മതി നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് ചർച്ചകൾ കണ്ടത്. വളരെ വേദന തോന്നി. പക്ഷെ അതുകൊണ്ട് നമ്മൾ കാര്യമായില്ലല്ലോ. അപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ആഗ്രഹം, ഇപ്പോഴത്തെ അല്ല, മുമ്പൊരാഗ്രഹം ഉണ്ടായിരുന്നു. 4 കോടി ജനങ്ങൾ ഇവിടെ അയ്യപ്പന്മാരിവിടെ വരുന്നു നമ്മൾ പറയുന്നു. ആ കോടിയുടെ ലിസ്റ്റ് എണ്ണം സംബന്ധിച്ചിപ്പോൾ പ്രയാർജിക്ക് പോലും സംശയമുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ആ വരുന്ന ആളുകളെ കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നമ്മുടെ കേരള സർക്കാർ. മാത്രമല്ല എത്രയോ കുടുംബങ്ങൾ, ആ ശബരിമലയുമായി എത്ര ലക്ഷം കുടുംബങ്ങളാണ് ഇവിടെ രക്ഷപ്പെടുന്നത്. അതല്ല, ഈ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശബരിമല. അവിടുത്തെ വരവെന്ന് പറയുന്നത് വെറും വരവല്ലത്, ഈ നാടിൻ്റെ നട്ടെല്ലാണ്, സാമ്പത്തിക നട്ടെല്ലാണ്. ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നയം ഇതല്ല, അവിടെ ഞാൻ വെക്കുന്നു. പക്ഷേ കവനൻ്റ് പ്രകാരം ഉണ്ടാക്കിയ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾക്ക് നിർബന്ധമായും ഇവിടുത്തെ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അത്രയും കൂടെ ഞാൻ അടിവരയിടുന്നുള്ളൂ, നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനെ പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ അവരും കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കോടിക്കണക്കിന് അയ്യപ്പന്മാർ എവിടെ പോകണം? ആത്മഹത്യ ചെയ്യണോ? അവരെന്ത് ചെയ്യണം ഇവിടെ? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഉത്തരവുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരുടെ വേദന ഉണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. 1950 മുതൽ എന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞു. 100% ഞാൻ അതിനോട് യോജിക്കുന്നു. 50-ൽ ദേവസ്വം ബോർഡ് ആരംഭിച്ച അന്ന് മുതൽ ആരംഭിച്ചു ആചാര ലംഘനങ്ങളുടെ ഒരു ചങ്ങല തന്നെ. അന്ന് പോലും ഇങ്ങോട്ട് ഓരോ വർഷവും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയത്തില്ല, ഓരോ ബോർഡിൻ്റെ കാലത്തും അവർ നടത്തുന്ന പുതിയ പുതിയ ഓരോ കാര്യങ്ങളും ആചാരലംഘനമാണ്. അവസാനം അയ്യപ്പൻ്റെ മേത്ത് ആണി അടിച്ചു, ഇല്ലേ? ശ്രീകോവിലിൽ ആണി അടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ആണി അടിച്ചത് ആരുടെ പൈസയാണ്? എവിടുന്ന് കിട്ടിയ പൈസയാണ്? നമ്മുടെ സമൂഹത്തിനെ അത്രയ്ക്ക് തകർത്തുക ശബരിമല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയാണെന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയമുണ്ട്, അതൊന്നുമല്ലാതെ മറ്റേതോ ഗൂഢമായ ശക്തി എവിടോ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇരകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പക്ഷേ കേരളത്തിലോ ഇന്ത്യയിൽ നിൽക്കുന്നതായിരിക്കണമെന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബരിമലയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ തത്വമസി എന്നുള്ള ഉപനിഷത്ത് സൂക്തവും ഉപനിഷത്ത് വാക്യവും സ്ത്രീ പ്രവേശനവുമായി, യുവതീ പ്രവേശനവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും? യുവതീ പ്രവേശനത്തിന് ഈ ഉപനിഷത്ത് സൂക്തം ഒരു ന്യായീകരണമാണോ? യഥാർത്ഥത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിലെ ഐതരേയോപനിഷത്തിലുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിലെ ബൃഹദാരണ്യോപനിഷത്തിലുള്ളതാണ്. തത്വമസി സാമവേദത്തിലെ ചാന്തോക്യോപനിഷത്തിലുള്ളതാണ്. അതുപോലെ തന്നെ അയം ആത്മാ ബ്രഹ്മ അഥർവവേദത്തിലെ മുണ്ടകോപനിഷത്തിലുള്ളതാണ്. തദ് ത്വം അസി ശ്വേതകേതു എന്നുള്ള ആ ശ്വേതകേതു മാറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും കുടികൊള്ളുന്നു. മറ്റെല്ലാ മതങ്ങളും പറയാറുള്ളത് ഗോഡ് ക്രിയേറ്റഡ് ഓൾ ദീസ് തിങ്സ്. ഈ 9 മതങ്ങളിലെ സനാതനധർമ്മം പറയുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ആസ് ദീസ് തിങ്സ്. ഈശ്വരൻ തന്നെ ഇതായിട്ട് അങ്ങ് മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ വിച്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് വേൾഡ്. അതാണ് 12 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും പടർന്ന് പന്തലിച്ച് നിലനിൽക്കുന്നത്. ആ തത്വമസി എന്ന വാക്ക് ആരാണോ മനസ്സിലെടുക്കുന്നത് അത് ഉപനിഷത്തിൻ്റെ പരമകാഷ്ഠയിലാണ്. അതിൽ ചോദിച്ച ചോദ്യത്തിന് സ്പെസിഫിക് ഉത്തരം പറയുകയാണെങ്കിൽ തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റിയും അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും നമ്മൾ പറയാറുണ്ടല്ലോ, കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി, ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ്, മാത്തമാറ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റി 5ാമത്തെ ലെവലിലുള്ള ഉപനിഷത്തിലാണ്.
അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ധർമ്മശാസ്ത്രത്തിലാണ്, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ളതാണ്. ഇത് കോൺട്രഡിക്ടറി ആണെന്ന് തോന്നിയാലും ഇത് മുകളിലേക്കുള്ള യാത്രയുടെ സ്റ്റെപ്പുകളാണ്. ആ മുകളിലുള്ള യാത്രയിൽ എത്തുന്നത് വരെ, ആ 18ാം പടിയിലെത്തുന്നത് വരെയുള്ള 18 പടികൾ ഈശാവാസ്യോപനിഷത്തിലെ 18 മന്ത്രങ്ങളിലൂടെ വിവരിക്കുന്നത്, അവിടെ എത്താൻ യോഗ്യതയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല. പക്ഷേ വ്യാവഹാരിക ലോകത്തിൽ ജീവിക്കുന്നവർ, നമ്മളെല്ലാവർക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. പ്രാക്ടിക്കലി ജഡ്ജിയുടെ മുമ്പിൽ ചെന്നിരുന്നാൽ നിങ്ങളും മനുഷ്യൻ ഞാനും മനുഷ്യൻ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും മുമ്പിൽ ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല, രണ്ടുപേരും മനുഷ്യരാണ്. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് സ്പിരിച്വാലിറ്റിയിലുണ്ട്, സോഷ്യോളജിയിലുണ്ട്, എക്കണോമിക്സിലുണ്ട്, ലീഗൽ ആസ്പെക്റ്റിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. അതുകൊണ്ട് തത്വമസി എന്ന ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഞാൻ തന്നെ നീയാകുന്നു, ഞാൻ നീ തന്നെയാകുന്നു, ഞാൻ നിന്നിലുണ്ട്, നീ എന്നിലുണ്ട്, വളരെ ഭംഗിയായിട്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞ വരിയുണ്ട്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, ആ നീ എന്നിലും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ ഞാൻ നിന്നിലുമുണ്ട് എന്ന ലെവലാണ്. ആ ലെവലിലെത്തിയ വ്യക്തികൾക്കാണ് തത്വമസി. ആ ലെവലിലെത്താതെ ഈ ഭാരതത്തിലുള്ള 131.5 കോടി ജനതയും സാധാരണ ലെവലിൽ പോകുന്നവരാണ്, ശങ്കരാചാര്യരുടെ ലെവലിലുള്ളവരല്ല. അതുകൊണ്ട് അവർക്ക് ഈ നിയമം ബാധകമാണ്. നമ്മൾ പരമ്പരാഗതമായി വന്നതിൻ്റെ മുകളിലുള്ള, കീഴ്വഴക്കത്തിൻ്റെ മുകളിലുള്ള, ആചാരങ്ങളുടെ മുകളിലുള്ള അനുഷ്ഠാനങ്ങൾ തൊട്ടുകളിക്കാൻ ആർക്കും അധികാരമില്ല. ആചാരങ്ങളിലും അല്പസ്വല്പം മാറ്റമാവാം, കീഴ്വഴക്കത്തിലും അല്പസ്വല്പം മാറ്റമാവാം, പരമ്പരാഗതത്തിലും നല്ല മാറ്റങ്ങളാകാം. പക്ഷെ അനുഷ്ഠാനത്തിലാണ് ദേവസ്വം ബോർഡും മുഖ്യമന്ത്രിയും ഭരണാധികാരികളും എല്ലാം തൊട്ട് കളിച്ചിരിക്കുന്നത്. തന്ത്രിയുടെ ജോലി ചെയ്യട്ടെ, മന്ത്രിയുടെ ജോലി ചെയ്യട്ടെ എന്നൊരൊറ്റ വാക്കുകൊണ്ട്, ഒറ്റ വരി കൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ പറയാൻ സാധിക്കും. അയ്യപ്പ ശരണം. തത്വമസി എന്ന് കേൾക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് ഉൾക്കൊള്ളുന്ന ഒരു ആധ്യാത്മിക വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക്, വികാസത്തിന് സഹായകമായ രീതിയിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയല്ലേ യുവതീ പ്രവേശനം ശബരിമലയിൽ വിലക്കപ്പെട്ടിരിക്കുന്നത്? അതോ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ? അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം സംരക്ഷിക്കുന്ന പറഞ്ഞാൽ അയ്യപ്പൻ ബ്രഹ്മചാരി മാത്രമല്ല, അയ്യപ്പൻ ബ്രഹ്മനിഷ്ഠനാണ്. അതാണ് വ്യത്യാസം. താൽക്കാലികമായ അല്പസമയത്തേക്ക്, അതായത് 41 ദിവസത്തേക്കോ 48 ദിവസത്തേക്കോ ആണ് ഒരു ശരാശരി ഭക്തൻ ബ്രഹ്മചര്യ ആശ്രമത്തെ സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അവൻ്റെ സന്യാസം, അതായത് അവൻ്റെ അൾട്ടിമേറ്റ് എയിമിനെ ഒന്ന് രുചിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ശാശ്വതാർത്ഥം ഇതല്ല എന്നറിയാൻ വേണ്ടി. മാത്രവുമല്ല, ഞാൻ അന്ന് മുമ്പ് പറഞ്ഞിരുന്നത് സമാധി ക്ഷേത്രമാണ്, ഒരു ബ്രഹ്മനിഷ്ഠനായ മഹാപുരുഷൻ്റെ സമാധി ക്ഷേത്രമാണ്. അവിടെ പോകുമ്പോൾ അവിടുത്തെ ഇംഗിതം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ബ്രഹ്മചര്യത്തിൻ്റെ അനുഭവം ഉൾക്കൊണ്ടു വരട്ടെ, അത്ര നിഷ്ഠയാണ് അവിടെയുള്ളത്. ഇപ്പോൾ ചില സ്കൂളുകൾ കാണാം, ബോയ്സ് മാത്രം പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂൾ, അവിടെ അതിനൊരു നിയമം ഉണ്ടായിരിക്കും. അതുപോലെ ഈ അയ്യപ്പസ്വാമിയുടെ സമാധി ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ ഇംഗിതം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന, ബ്രഹ്മാനുഭൂതി രസം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന സമാധിസ്ഥനായ അയ്യപ്പനെ കാണാൻ ബ്രഹ്മചര്യ വ്രതം എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെയും ലക്ഷ്യം അയ്യപ്പനാവുക എന്നുള്ളതാണ്, അയ്യപ്പനിലൂടെ അയ്യപ്പനാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആരണ്യക ജീവിതം, കാട്ടിലുള്ള ജീവിതം, നമ്മളൊക്കെ പണ്ടൊക്കെ അരി കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പോലെ കടകളൊന്നും സുലഭമല്ല. അന്ന് അരി കൊണ്ടുപോയി വഴിയിൽ നിന്ന് പാകം ചെയ്ത്, അത് എല്ലാ ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി എന്ന് ഉപനിഷത്ത് പറയുന്ന പോലെ, എന്ത് ആഗ്രഹിച്ചിട്ടാണോ ബ്രഹ്മചര്യം ചരിക്കുന്നത്, നടക്കുന്നത്, ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് അയ്യപ്പൻ. അയ്യപ്പൻ ബ്രഹ്മചാരിയല്ല, ബ്രഹ്മചാരിയാണ്, പക്ഷേ ബ്രഹ്മനിഷ്ഠനാണ് മെയിൻലി. അപ്പോൾ ബ്രഹ്മനിഷ്ഠനായ അയ്യപ്പൻ്റെ അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാം അവസാനം എത്തിപ്പെടേണ്ടത്. അത് തത്വമസി മഹാവാക്യത്താൽ പറയപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് മഹാവാക്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ആ മഹാവാക്യങ്ങളുടെ ഒരു വിഗ്രഹ രൂപമാണ് അയ്യപ്പൻ. നമ്മളോ ആ മഹാവാക്യങ്ങളായിത്തീരാൻ വേണ്ടി ശ്രമിക്കുന്ന ബ്രഹ്മചാരികളുമാണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം, ഇത്തരത്തിലുള്ള വൈജാത്യങ്ങളെ വൈകൃതങ്ങളായി ചിന്തിക്കുന്ന ഒരു നിയമജ്ഞന്മാരുടെ നാട് ഭാരതം മാറി. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഹിന്ദുമതം ഒരു പ്രാകൃത മതമാണെന്ന് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പണം വാരിക്കൊണ്ട് വാദിക്കുന്ന വക്കീൽ പറഞ്ഞത്. പ്രാകൃതം എന്ന് പറഞ്ഞ വാക്കിന് വികൃതമെന്നർത്ഥമില്ല. ശരിക്കും വികൃതമായിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെയും അതിനെ ചുക്കാൻ പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും മുഖമാണ്. നമ്മൾ പ്രാകൃതരാണ്, കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്.
നമ്മൾ ജനിച്ച സത്വത്തെ മറക്കാതെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ കളയാത്തവരാണ്. മറിച്ച് ഒരു ചാക്ക് അരിക്കും അല്പം പാൽപ്പൊടിക്കും വേണ്ടി അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും സ്വത്വത്തെയും പറിച്ചെറിഞ്ഞവർക്ക് ഇത് മനസ്സിലാവില്ല. ഈ പറഞ്ഞതിൻ്റെ കാരണം കറുപ്പെടുത്തു പോകുന്നവരെ കാണുമ്പോൾ പ്രാകൃതമെന്ന് തോന്നുകയാണ്. നാളെ ഇവർ പറയുകയാണ് ഈ കറുപ്പെടുത്തു പോകുന്ന പ്രാകൃതമല്ലേ, മേൽവസ്ത്രം എടുക്കാതെ പോകുന്ന പ്രാകൃതമല്ലേ എന്ന് വാദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഒരു ഐഡിയോളജിക്കൽ എത്നിക് ക്ലെൻസിങ് ആണ്. വംശീയ അധിക്ഷേപവും നമ്മളെ വംശീയമായി ഇല്ലാതാക്കി തീർക്കാനുള്ള കുന്തമനകളുമാണ് അന്ന് സുപ്രീം കോടതിയിൽ അവസാനം നടന്ന വാദങ്ങളിലെല്ലാം മുഴച്ചു കെട്ടത്. ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം സ്പഷ്ടമാണ്, നേരത്തെ തമ്പുരാൻ പറഞ്ഞ പോലെ ഒരു കാര്യം സ്പഷ്ടമാണ്, ഇതൊരു ഭാരതീയമായ ബുദ്ധിയല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് സ്പഷ്ടമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹിന്ദുക്കളെന്ന നിലയ്ക്ക് നമ്മുടെ വളരെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് പാടുപെടുന്ന അമ്മക്കിളികളാണ്. വലിയ പ്രാപ്പിടിയന്മാരും പരുന്തുകളും നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങളാകുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരമ്മയെപ്പോലെ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിനെന്ത് വേണം? നിയമത്തെപ്പറ്റി അറിവ് വേണം. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നിയമത്തെപ്പറ്റിയുള്ള അജ്ഞത ഒരു ഒഴിവല്ല. ഹിന്ദുക്കളിൽ ഭൂരിഭാഗം പേർക്കും അവരവരുടെ അവകാശം എന്തെന്നറിയില്ല, ഒരു മതം എന്ന നിലയ്ക്ക് എന്തൊക്കെ അവകാശമുണ്ടെന്നറിയില്ല. അതിൻ്റെ തെളിവാണ് ഏത് ക്ഷേത്രത്തിലെയും ഏത് ആചാരത്തെയും ഒരു നിയമ കസേരയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തേജോവധം ചെയ്യാൻ സാധിക്കുമെന്നത് ഹിന്ദുമതത്തിൽ മാത്രമേ സാധിക്കൂ. ഇന്ന് പന്തളം കൊട്ടാരവും അതേ പിൻപറ്റിയുള്ള നമ്മളെപ്പോലുള്ള പന്തള ദാസന്മാരുമാണ് ഇത് അനുഭവിക്കുന്നത്. നാളെ പത്മനാഭദാസന്മാർ അനുഭവിക്കും, മറ്റന്നാൾ ചിറക്കൽ കോവിലകൾക്ക് അനുഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആചാരങ്ങളെല്ലാം പ്രാകൃതമെന്ന ലേബലിൽ കൊന്നൊടുക്കാനുള്ള വലിയൊരു എന്താ പറയുക ഒരു ലീഗൽ ഹോളോകോസ്റ്റ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.